ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യത്തെ കാണിച്ചു തന്ന് പരമലക്ഷ്യത്തെ കൈവരിക്കാൻ എന്തൊക്കെയാണ് തടസ്സങ്ങളെന്നും കാണിച്ചു തന്ന് നമ്മളെ ഒരു വഴികാട്ടി നിന്നുകൊണ്ട് ഈ ഏകാദശ സ്കന്ധം അനുഗ്രഹിക്കുകയാണ്. ഏകാദശ സ്കന്ധത്തിൽ മോക്ഷത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇവിടെ 2 ഉപാഖ്യാനങ്ങളിലൂടെ ഇത് വിസ്തരിച്ച് പറയുന്നു. ഒന്നാമത്തത് വസുദേവ നാരദ സംവാദം എന്ന പേരിലും രണ്ടാമത്തത് ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദം എന്ന പേരിലും വിസ്തരിച്ചിരിക്കുകയാണ്. അതായത് ഭഗവാൻ കൃഷ്ണന്റെ പിതാവ് വസുദേവരുമായിട്ട് നാരദ മഹർഷി നടത്തുന്ന ഒരു സംവാദമാണ് വസുദേവ നാരദ സംവാദം. ഭഗവാന്റെ ഏറ്റവും പരമമിത്രമായ ബുദ്ധിസത്തമനായ ബൃഹസ്പതി ശിഷ്യനായ പ്രധാനമന്ത്രിയായി ഉദ്ധവരുമായിട്ട് ഭഗവാൻ നടത്തുന്ന സംവാദമാണ് ഉദ്ധവോപദേശം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദം എന്ന് പറയുന്നത്. ഇങ്ങനെ 11ാം സ്കന്ധത്തിൽ ഈ 2 ഉപാഖ്യാനങ്ങൾ നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ആദ്യത്തെ ഉപാഖ്യാനത്തിലേക്കാണ് കടക്കുന്നത്. നാരദ വസുദേവ സംവാദം. ആ സംവാദം പറയുന്നത് നാരദ മഹർഷി വസുദേവരോടാണെങ്കിലും ഇത് മുമ്പ് നവയോഗികളുമായിട്ട് നടന്ന ഒരു സംവാദമാണെന്ന് റിപ്പോർട്ട് ചെയ്യണം. ഏതായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് വസുദേവർ അങ്ങനെ ഒരു സംവാദം നാരദ മഹർഷിയോട് ഒരു ചോദ്യവും ഇതൊക്കെ കേൾക്കാൻ തയ്യാറായതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലം മുന്നോട്ട് പോയപ്പോൾ കാലചക്രത്തിന്റെ ആ യാത്രയിൽ വസുദേവർ കാണുന്നു കുടുംബത്തിൽ കുറെ ദുർനിമിത്തങ്ങളും അതുപോലെ ദുരന്തങ്ങളും. മക്കളെല്ലാം സ്വാർത്ഥരും മദ്യം കഴിക്കുന്നവരും അങ്ങേയറ്റം ധൂർത്തന്മാരും ഒക്കെ തീർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കുലം പോലും ഇങ്ങനെയുള്ള ധൂർത്തന്മാരെ കൊണ്ട് നിറഞ്ഞു എന്നാണ്. ഏതൊരു കുലത്തിൽ അവതരിച്ചിട്ടാണോ ഭാരതത്തിന്റെ ഈ ശാപം, അതായത് ധൂർത്തന്മാരായ ദുഷ്ടന്മാരായ രാജാക്കന്മാരെയൊക്കെ വധിക്കാൻ ഭഗവാൻ നിശ്ചയിച്ചത്, ഭഗവാൻ പിന്നീട് തിരിച്ചറിഞ്ഞത് തന്റെ കുലം തന്നെ ഈ ഭൂമിക്ക് ഒരു ഭാരമായി തീർന്നു എന്നാണ്. അവര് സ്വാർത്ഥന്മാരും മത്സരബുദ്ധികളും ഉള്ളവരായി തീർന്നു. ഭഗവാൻ നിശ്ചയിച്ചു താൻ ഇവരെ നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നാളെ ഈ ഭൂമിയെ നശിപ്പിക്കാൻ എന്റെ മക്കളായിരിക്കും, എന്റെ പേരക്കുട്ടികളായിരിക്കും. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഒരു ഫൈനൽ കിക്ക് കൊടുക്കാനുണ്ട് എന്ന് വെച്ചാൽ ആ കുലത്തെ കൂടി തട്ടി മാറ്റേണ്ടതുണ്ട്. അങ്ങനെ താൻ അവതരിച്ച കുലം തട്ടിമാറ്റിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോയ അവതാരമൂർത്തിയാണ് ഭഗവാൻ കൃഷ്ണൻ. തമാശയായിട്ട് പറയും, ഭഗവാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് യാദവ വംശം മുഴുവൻ തട്ടിമാറ്റാൻ നിശ്ചയിച്ചു അത്രേ. അങ്ങനെ അതിനുവേണ്ടി അതൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ കാണും. മറ്റന്നാളല്ല, നാളെ വരും ആ കുലത്തിന്റെ നാശമൊക്കെ, മറ്റന്നാളില്ലല്ലോ. അങ്ങനെ ആ കുലമൊക്കെ തട്ടി മാറ്റിയപ്പോ 2 യാദവന്മാര് ബാക്കിയെന്നാണ്. ബാക്കി എല്ലാവരും അതിൽ പോയി എന്നാണ്. അവരാണ് ഒന്ന് ലാലു പ്രസാദ് യാദവ്, ഒന്ന് മുലസിംഗ് യാദവ്. അപ്പൊ അവരൊരു പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്, ഈ ഭൂമിയെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട്. അന്ന് ബാക്കിയായ ആൾക്കാരാണ് ഇവർ 2 പേര്. അപ്പൊ ഇങ്ങനെ 2 യാദവ വംശത്തെ തട്ടിമാറ്റാൻ നിശ്ചയിച്ചു എന്നാണ്. എങ്ങനെയാണത് തട്ടിമാറ്റാൻ നിശ്ചയിച്ചത്? ഭഗവാൻ തന്നെ തട്ടിയോ? ഇല്ല പറയണം. പിന്നെയോ ആ കുലത്തിന്റെ നാശത്തിന് വേണ്ട കാര്യങ്ങൾ ആ കുലത്തിൽ തന്നെ ഉണ്ടായി. എന്താണത്? നൈവാന്യത പരിഭവോസ്യ ഭവിക്കദഞ്ചിൽ മൽ സംശയസ്യ വിഭവോന്നഹനസ്യ നിത്യം അന്തക്കലിന്യതുകുലസ്യ വിദായമേനോ സ്തംഭസ്യ ഭഗ്നിമിവ ചാന്തി ഉപൈമിധാമ. എപ്രകാരമാണോ കാട്ടിൽ ശക്തമായ കാറ്റ് വരുമ്പോ വൃക്ഷങ്ങൾ പരസ്പരം ഉരസിക്കൊണ്ട് അതിൽ നിന്നും അഗ്നി ഉണ്ടായി കാട് മുഴുവൻ കത്തിച്ചാമ്പലാവുന്നത്, അതുപോലെ തന്റെ വംശത്തെ തമ്മിലടിപ്പിച്ച് കുലം നശിപ്പിക്കാൻ ഭഗവാൻ നിശ്ചയിച്ചു. എങ്ങനെയാണ് കുലം നശിച്ചത്? ഒന്ന് കാറ്റുണ്ടെങ്കിലേ മരങ്ങൾ ഉരസുള്ളൂ. ഇതുപോലെ കാറ്റിന്റെ രൂപത്തിൽ ഒരു കുലത്തെ നശിപ്പിക്കുന്നതാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. എപ്പോ മനുഷ്യ മനസ്സിലേക്ക് സ്വാർത്ഥത വന്നോ ക്രോധം പുറത്തേക്ക് വന്ന് കുലം നശിക്കുന്നതാണ്. സ്വാർത്ഥതയും ക്രോധവുമാണ് ഒരു കുലത്തെ നശിപ്പിക്കാനുള്ള എല്ലാ സാമഗ്രികളും എന്ന് പറയുന്നത്. നമുക്ക് കാണാം, ഒരു കാലഘട്ടത്തിൽ കേരളത്തിലൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു. കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത ഇല്ലാതെ ജീവിക്കുക എന്നാണ്. അങ്ങനെയാണല്ലോ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അവനവന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കലാണല്ലോ നിസ്വാർത്ഥത എന്ന് പറയുന്നത്. അങ്ങനെ ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് മനുഷ്യൻ സ്വാർത്ഥതയിലേക്ക് തിരിഞ്ഞു. അവനവന്റെ സുഖത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാതെ വന്നു. അങ്ങനെ ആ കൂട്ടുകുടുംബ വ്യവസ്ഥിതി പോയിട്ട് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു.
ഞാനും എൻ്റെ കെട്ടിയോളും ഓളോ കുട്ടിയോളും. അതിനപ്പുറം ന്യൂക്ലിയറിന് ചിന്തിക്കാൻ സാധ്യമല്ല. എന്നിട്ട് നോക്കൂ, ഒരു വീടുണ്ടാക്കണു, അതിൽ 2 or 3 മുറികൾ വെക്കണു, രണ്ട് കുട്ടികളെ ഉണ്ടാവുള്ളൂ. പണ്ട് 6-7 മക്കളൊക്കെ ഉണ്ടെങ്കിൽ 2 മക്കള്. ഈ 2 മക്കൾ തന്നെ വളർന്നു വരുംതോറും സ്വാർത്ഥത കൂടിയിട്ടാ വരുന്നത്. പിന്നെ അവരടുക്കുന്നതിന് പകരം അകലുന്നതാണ് കാണുന്നത്. നോക്കൂ, സ്വാർത്ഥതയ്ക്ക് മനുഷ്യനെ എത്രമാത്രം അകറ്റാൻ സാധിക്കുന്നുള്ളത്. ഇന്നിപ്പോ ജോലിയും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് മറ്റു നാടുകളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് വീട്ടിലിരുന്ന് നോക്കട്ടെ. ആയുധങ്ങൾക്ക് വേറെ എവിടെയും പോണ്ടി വരില്ല. വീട്ടിൽ തന്നെ ഉണ്ടാവും വലിയ യുദ്ധം എന്ന് പറയാണ്. ഇന്നിപ്പോ നമുക്കിങ്ങനെ പറയാം, ഒരാൾ സ്റ്റേറ്റ്സിലാണ്, മറ്റാള് ബോംബെയിലാണ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. കാരണം ഉപദ്രവം ഉണ്ടാക്കില്ല അവർ വന്നിട്ട്. 2 പേരൊന്നും ഒരേ വീട്ടിലിരുന്ന് നോക്കട്ടെ. അപ്പൊ കാണാം, ഒരാൾ ചട്ട് കെടുക്കും, ഒരാൾ വടിയെടുക്കും, ആയുധം. അതുകൊണ്ട് സ്വാർത്ഥതയും ക്രോധവുമാണ് ഒരു വംശത്തെ നശിപ്പിക്കുന്നത്. അങ്ങനെ ഭഗവാൻ നിശ്ചയിച്ചു. കുലത്തിന്റെ അന്ത്യം അടുത്തു തുടങ്ങി. ഓരോ ദുരന്തങ്ങളും ദുഃഖങ്ങളും വരാൻ തുടങ്ങി. ഇതിന് കാരണം ആ കുലത്തിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട് പറയാണ്. ഭഗവാന്റെ കുട്ടികളായിരിക്കുന്ന സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ നോക്കുമ്പോണ്ട് വ്യാസരെ തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കൾ ഭഗവാനെ ദർശിക്കാൻ ദ്വാരകയിൽ വന്നിരിക്കുന്നു. അപ്പൊ അവർക്ക് തോന്നി മഹാത്മാക്കൾ എന്ന് കളിയാക്കിയാൽ എന്താന്ന്. അവരെന്ത് ചെയ്തു, ഭഗവാന് ജാമ്പവതിയിലുള്ള പുത്രൻ സാമ്പനെ സ്ത്രീവേഷം കെട്ടിച്ചു. എന്നിട്ട് വയറിന്റെ മുകളിലൊരു തലയണയൊക്കെ വെച്ച് കെട്ടി ഗർഭിണിയെപ്പോലെ അഭിനയിപ്പിച്ച് കൊണ്ടു നിർത്തി മഹാത്മാക്കളുടെ മുന്നിൽ. എന്നിട്ട് ചോദിച്ചു, ഇവള് കിംസിത് പ്രസവിഷ്യതി, ഇവൾ എന്തിനെ പ്രസവിക്കുന്നു ചോദിച്ചു. ആണിനെയോ പെണ്ണിനെയോ ചോദിച്ചാൽ മതി, അത് ചോദിക്കാൻ തോന്നിയില്ല. എന്തിനെ പ്രസവിക്കുന്നു ചോദിച്ചു. ആ മഹാത്മാക്കൾ അല്പം ധ്യാനനിരതരായി. അവർക്ക് തോന്നി, നോക്കണേ, ഏതൊരു ഭഗവാനാണ് നമ്മളേക്ക് ആദരിക്കുന്നത്, ആ ഭഗവാന്റെ മക്കളാണ് നമ്മളെ നിന്ദിക്കുന്നത്. കണ്ടില്ലേ എത്ര അഹംഭാവം ഇവർക്ക് കൂടിക്കഴിഞ്ഞു എന്നുള്ളത്. ധ്യാനനിരതരായി അവർക്ക് മനസ്സിലായി, ഈ കുലത്തെ നശിപ്പിക്കാൻ ഒരുപക്ഷെ നമ്മൾ നിമിത്തമായിരിക്കാം. അവരാ കുട്ടികളെ നോക്കിയിട്ട് പറഞ്ഞു, ഇവള് പ്രസവിക്കും. എന്താ പ്രസവിക്കുക? നല്ല ഒരു ഇരുമ്പ് ഉലക്കയുടെ കഷ്ണം പ്രസവിക്കും. അങ്ങനെ ഇരുമ്പുലയ്ക്ക പ്രസവിക്കുന്ന മാത്രമല്ല, ആ ഇരുമ്പുലയ്ക്ക കൊണ്ട് നിങ്ങളുടെ കുലം മുഴുവൻ തമ്മിൽ തല്ലി തകരുമെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് പേടിയേ. അവരോടി ഉഗ്രസേന ചക്രവർത്തിയുടെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ശാപം കിട്ടി, മഹാത്മാക്കൾ ശപിച്ചു എന്ന്. ഉടനെ അതൊക്കെ കെട്ടഴിച്ച് നോക്കിയപ്പോൾ കാണുന്നു ഒരു ഇരുമ്പുലക്കയുടെ കഷ്ണം. രാജാവ് അവർക്ക് ധൈര്യം കൊടുത്തു, പേടിക്കേണ്ട കുട്ടികളെ. അതെല്ലാം രാഗി പൊടിച്ചുകൊണ്ടാ ഇരുമ്പുകൾ പൊടിയെല്ലാം പ്രഭാസതീരം എന്ന് പറയുന്ന കടലിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു. പക്ഷേ വിധി അവസാനത്തെ ഒരു കഷ്ണത്തെ ബാക്കിയേക്ക്. ആ ഒരു കഷ്ണത്തെ ഒരു മത്സ്യം പിടിച്ചു വിഴുങ്ങണു. മത്സ്യത്തെ അന്നൊരു മുക്കുവൻ പിടിക്കണു. ആ മത്സ്യത്തെ ഒരു വേടന കൊടുക്കുന്നു. വേടന ഇരുമ്പ് കഷ്ണത്തെ ഒരു അസ്ത്രമാക്കി വെക്കുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശരീരത്തിലേക്ക് ഉപയോഗിക്കാനായിട്ട് ആ വസ്ത്രം കാലം എടുത്തു വെപ്പിച്ചു പറയാണ്. ഇങ്ങനെ കുലത്തിന്റെ നാശങ്ങളൊക്കെ ഇന്നിതാ പ്രകടമായിരിക്കുന്നു. ഇതെല്ലാം തട്ടിമാറ്റാൻ സാധിക്കുന്ന ഭഗവാൻ, ഭാഗവതം പറയുന്നു, എല്ലാം അറിയുന്ന ഭഗവാൻ. ഭഗവാൻ ജ്ഞാത്വ സർവാത്ത ഈശ്വരോപി തതന്യത കർത്തും നൈച്ചൽ വിപ്രശാപം കാലരൂപ്യന്യമോദത. ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാൻ കാലത്തിന്റെ നിശ്ചയത്തെ തട്ടിമാറ്റണ്ട നിശ്ചയിച്ചു എന്നാണ്. എന്ത് കാലം നിശ്ചയിച്ചിട്ടുണ്ടോ അതുപോലെ നടക്കട്ടെ എന്ന് കാലത്തിന്റെ നീതിയെ ഭഗവാൻ വിട്ടുകൊടുത്തു എന്നാണ്. ഏതായാലും കുലത്തിന്റെ അന്ത്യം അടുത്തു തുടങ്ങി എന്ന് കണ്ട വസുദേവൻ കുട്ടികൾ തമ്മിലുള്ള അന്തഛിദ്രമൊക്കെ കണ്ട് ഭയന്നുകൊണ്ട് ദുഃഖിതനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ ദുഃഖിതനായിട്ടിരിക്കുന്ന വസുദേവന്റെ മുന്നിലേക്ക് നാരദ മഹർഷി കടന്നു വരുന്നു. ആ പാദങ്ങളെ കഴുകി പാദത്തിൽ സാഷ്ടാംഗം വീണു കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അഹം കില പുരാനന്ദം പ്രജാർത്തോ വിമുക്തിദം അപൂജയം നമോക്ഷായ മോഹിതോ ദേവമായ. ഞാൻ എത്രയോ കാലം തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഭഗവാനെ എനിക്ക് പുത്രനായി കിട്ടിയത്. പക്ഷേ സ്വന്തം ഉന്നതിക്ക് വേണ്ടി ആ കൃഷ്ണനെ ഞാൻ പ്രയോജനപ്പെടുത്തിയില്ല. കാരണം മോഹിതോ ദേവമായ, ഭാഗ്യമില്ലാതെയായി പോയി. കൃഷ്ണനെ ഒരു പുത്രനായി കണ്ടുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞ തലങ്ങളിലേക്കൊന്നും ഞാൻ ഉയർന്നില്ല. ഇന്ന് ഞാൻ ഭയത്തിന്റെയും ദുഃഖത്തിന്റെയും പിടിയിലാണ്. ഈ മനോഹരമായ കെട്ടിടങ്ങളൊക്കെ, ഈ മനോഹരമായ ഗോപുരങ്ങളൊക്കെ സുനാമി എടുത്തുകൊണ്ടോന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ഇതെല്ലാം നഷ്ടപ്പെടുന്നത് ഞാൻ മുൻകൂട്ടി കാണുന്നു. നമ്മുടെ കുട്ടികളൊക്കെ നശിച്ചു പോകുന്നത് ഞാൻ കാണുന്നു. ഈ ഭയത്തിൽ നിന്ന് എനിക്ക് മുക്തനാവാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നാരദ മഹർഷിയുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, എനിക്കൊരു ചോദ്യമുണ്ട്.
അവിടുന്ന് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി തരണം. ചോദിച്ചു, എന്താ അവിടുത്തെ ചോദ്യം എന്ന് പറയുന്നു. ബ്രഹ്മൻ തദാ വിപൃച്ഛാമോ ധർമാൻ ഭാഗവതാൻ സ്തവാം യാൻ ശ്രുത്വാ ശ്രദ്ധയാ മർത്യോ ഉച്യതേ സർവതോപയാൽ. ഹേ ബ്രഹ്മൻ മഹാത്മാവേ, എനിക്ക് ഭാഗവതം ധർമ്മം പൃച്ഛാൻ, ധർമ്മം ഭാഗവതം, ഭാഗവതത്തെ ധരിച്ചിരിക്കുന്ന സത്യത്തെ പറഞ്ഞു തരുമെന്ന്. ഭാഗവത കഥയിനെ എനിക്ക് കേൾക്കണ്ട, ഈ ഭാഗവതത്തിന്റെ ഉൾപ്പൊരുൾ പറഞ്ഞു തരൂ, ഭാഗവതത്തിന്റെ സൂക്ഷ്മതത്വം പറഞ്ഞു തരൂ. എന്തിനാണത് പറഞ്ഞു തരുന്നത്? മുച്യതേ സർവതോഭയാൽ, ഞാൻ എല്ലാ ഭയത്തിൽ നിന്നും മുക്തമാവും. ഞാൻ കേട്ടിട്ടുണ്ട് ഭാഗവതം മനസ്സിലാക്കിയാൽ ഭയത്തിൽ നിന്നും മുക്തമാവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധയാ, ഞാൻ ശ്രദ്ധയോടുകൂടി കേൾക്കാം, പറഞ്ഞു തരൂ എന്ന് പറയാൻ. അപ്പോൾ 2-3 ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരം വസുദേവര് തന്നെ പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന വലിയൊരു ചിന്തകനായിരുന്നു, മനഃശാസ്ത്രജ്ഞനായിരുന്നു സാൽമണ്ട് ഫ്രോയിഡ്. അദ്ദേഹം പറയുന്നു, മനുഷ്യന്റെ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം, അടിസ്ഥാന പ്രശ്നം കാമമാണെന്ന്. അദ്ദേഹം തുടങ്ങിയത് കാമത്തിൽ നിന്നാണ്, അട്രാക്ഷനിൽ നിന്നാണ് ലോകം പ്രശ്നങ്ങളിലേക്ക് വരുന്നത് എന്നാണ്. അപ്പോ മനുഷ്യനെന്നും ഈ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയേ പറ്റൂ എന്ന് അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. ഈ അട്രാക്ഷനാണത്രേ നമ്മുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതും അത് പിന്നെ കോൺഷ്യസ് മൈൻഡായിട്ട് വരുന്നതും. അങ്ങനെ മനുഷ്യന്റെ വ്യത്യസ്ത മനോവികാരങ്ങളെയും മനോതലങ്ങളെയും കണ്ടെത്തി അദ്ദേഹം നിർവചിക്കുകയുണ്ടായി. പക്ഷെ സാൽമണ്ട് ഫ്രോയിഡ് ഒക്കെ ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 5000 വർഷങ്ങൾക്ക് മുമ്പ്, അതിനും അപ്പുറത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ ഋഷീശ്വരന്മാരെ കണ്ടെത്തി, മനുഷ്യന്റെ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം കാമമല്ല, ഭയമാണ്. ഭയത്തിലാണ് കാമമിരിക്കുന്നത്. ഒറ്റയ്ക്ക് ജീവിതത്തിൽ സുഖമനുഭവിക്കാനോ സുരക്ഷിതത്വം കണ്ടെത്താനോ പറ്റില്ല എന്നൊരു തോന്നലല്ലേ മറ്റൊരാൾ കൂടെ വേണമെന്നൊരു അട്രാക്ഷൻ തോന്നുന്നത്, കാമം തോന്നുന്നത്? നമുക്ക് തന്നെ ജീവിതത്തിൽ തോന്നുകയാണ്, എന്റെ ജീവിതത്തിൽ സ്വയം സുഖവും സുരക്ഷിതത്വത്തിലും ജീവിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഓരോരുത്തർക്കും തോന്നിയിരുന്നുവെങ്കിൽ റിലേഷനൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആർക്കും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടോ? സ്വയം ചോദിക്കൂ. അപ്പൊ കാമം നിൽക്കുന്നത് ഭയത്തിലാണെന്നാണ്. അതുകൊണ്ട് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം ഭയമാണെന്ന് കണ്ടെത്തിയവരായിരുന്നു നമ്മുടെ പൂർവിക ആചാര്യന്മാര്. ഞാനും നിങ്ങളും അത് മനസ്സിലാക്കിയിട്ടല്ല ജീവിക്കാറ്. അതുകൊണ്ട് നമ്മൾ ഒരു അനുഭവം വരുമ്പോഴാണ് ഭയമെന്ന വികാരത്തെ അനുഭവിക്കുന്നത്. മുൻകൂട്ടി നമുക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ ഭയമെന്ന വികാരത്തെ വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന്. നമുക്കറിയാം ഭയമുണ്ടെന്ന്. അപ്പോ ഭയത്തെ അവലോകനം ചെയ്തപ്പോൾ നമ്മുടെ പൂർവികന്മാർക്ക് മനസ്സിലായി, ഭയങ്ങളുടെ എല്ലാം ഭയം, റൂട്ട് ഓഫ് ദ ഭയം എന്ന് പറയുന്നത് മരണഭയമാണ്. മരണഭയത്തിലാണ് എല്ലാ ഭയങ്ങളും നിൽക്കുന്നത് എന്നാണ്. മരണഭയം ഇല്ലെങ്കിൽ മറ്റ് ഭയങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനും നിങ്ങളും ഇപ്പോഴത് അംഗീകരിക്കില്ല. കാരണം നമ്മൾ പറയും, സ്വാമി എനിക്കൊന്നും മരിക്കാൻ ഒരു പേടിയില്ല, ഇപ്പം വരട്ടെ കാലൻ, ഞാൻ പോവാൻ തയ്യാറാണെന്ന്. സംഗതി കാലനൊന്ന് വരട്ടെ. നമ്മൾ പറയുന്ന എക്സ്ക്യൂസ് പറയും, ഇന്ദുമുഖി ചന്ദ്രമുഖി ഒന്ന് കഴിഞ്ഞോട്ടെ സാർ, എന്നിട്ട് ഞാൻ വരാമെന്ന്. ഒരു എക്സ്ക്യൂസ് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ എന്ന്. ഒരമ്മ 90-91 വയസ്സായി, അവർക്ക് ശരീരമൊക്കെ ശോഷിച്ച് ഏറെക്കുറെ മരണത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അവരുടെ വീട്ടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടി, നല്ല സുന്ദരിയാണ്. പക്ഷെ ചെറുപ്പത്തിലെ ക്യാൻസർ വന്നു കുട്ടിക്ക്. അച്ഛൻ മരിക്കുകയും ചെയ്തു. അമ്മയും ഈ മകളും മാത്രമേ ഉള്ളൂ. കുട്ടിക്ക് അപ്പോഴേക്കും ഒരുപാട് രോഗങ്ങൾ വന്നു. ഏത് നിമിഷവും മരിക്കുന്നുള്ള ആ ഒരു അനുഭവത്തിലാണ് കുട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ 91 വയസ്സായിട്ടുള്ള മുത്തശ്ശി പ്രാർത്ഥിക്കും, ഈശ്വരാ ഗുരുവായൂരപ്പ, എന്തിനാ അങ്ങ് ഈ കുട്ടിയെ വേദനിപ്പിക്കുന്നത്? നിങ്ങൾക്കൊരു ജീവൻ മതിയെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ, എന്തിനാ ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത്? പാവം ക്യാൻസർ, അതിനൊരു ജീവിതം കൊടുത്തൂടെ? 10-16 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അതിനുണ്ടാവില്ലേ മോഹങ്ങൾ, അതിനുണ്ടാവില്ലേ ആഗ്രഹങ്ങൾ? ഞാനോ തള്ളയെ, ഇനിയിപ്പോ എന്നെ കൊണ്ടുവരാൻ ആവശ്യമില്ല, പോവാൻ ഏതായാലും പെട്ടിയൊക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ്, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ, എന്തിനാ കുട്ടിയെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ കുട്ടിയുടെ വീട്ടിലെത്തി. ആ കുട്ടിയുടെ പുറമൊക്കെ തലോടി മൂർധാവിലൊക്കെ കൈവച്ചിട്ട് പറയും, മോളെ ഭഗവാൻ കൊണ്ടുപോയില്ലേ, എന്നെ കൊണ്ടുപോകുള്ളൂ, മോളെ കഷ്ടപ്പെടുത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വീട്ടിൽ വരും. ഇങ്ങനെ ദിവസവും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കെ ആ നാട്ടില് ഒരു അലഞ്ഞു തിരിയണൊരു പോത്തുണ്ടായിരുന്നു. ഇതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അപ്പൊ ഒരു കടയില് ഉച്ചയ്ക്ക് കയറി ചെല്ലാണ് കടയില്.
കടയിൽ സാധനങ്ങളൊക്കെ പണ്ടുകാലത്തൊക്കെ ഉപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ പുറത്താണല്ലോ വിൽക്കുക. ഒരു മൺകലത്തിൽ അവിടുത്തെ ആള് ഉപ്പ് കുറെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇവൻ ഉപ്പ് കഴിക്കാനുള്ള ആർത്തിയിൽ തന്റെ തല മുഴുവൻ കലത്തിന്റെ ഉള്ളിലേക്ക് ഇട്ടു. എന്തിനു പറയുന്നു? കലം മുഖത്ത് കുടുങ്ങിപ്പോയി. ഇവന് കണ്ണു കാണുന്നില്ല പോത്തിന്. ഈവൻ ശരണമില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിൽ ഈ മുത്തശ്ശി അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് കാളയുടെ വരവ് കാണുന്നത്, ഈ പോത്തിന്റെ. അപ്പം മനസ്സിലാക്കി എന്റെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ യമരാജാവിനെ അയച്ചിരിക്കുകയാണെന്ന്. ആ പോത്തിനെ നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറയാണ്, ഇവിടെയല്ല അടുത്ത വീട്ടിൽ, നേരെ മുന്നിലുള്ള വീട്ടിൽ ഞാനല്ല ആ കുട്ടി അവിടെ രോഗം പിടിച്ച് കിടക്ക്, കൊണ്ടുപോയിക്കോളൂ, എന്നെ കൊണ്ടുപോകണ്ടെന്ന്. ഇതാണ് പരമാർത്ഥം എന്ന് പറയുന്നത്. നമ്മളിതൊക്കെ നാവുകൊണ്ട് പറഞ്ഞാലും സംഗതി അടുത്തെത്തിക്കഴിഞ്ഞാൽ കാലുമാറെന്ന് പറയണം. ഏറ്റവും കൂടുതൽ ഭയം ഇവിടുന്ന് പോവാനാണ്. ആർക്കും ഇവിടുന്ന് പോവാൻ ഒട്ടും ഇഷ്ടമില്ല. എത്ര കാലം എക്സ്റ്റൻഷൻ കിട്ടുമോ വിസ തയ്യാറാണ്. പക്ഷെ ആയുരാരോഗ്യം വേണം, അത് ശരിയാണ്. അപ്പോൾ നമുക്കറിയാം എന്നും ആരോഗ്യത്തോടുകൂടി ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും റൂട്ട് എന്ന് പറയുന്നത് മരണഭയത്തിലാണ്. നിങ്ങളിത് എളുപ്പമൊന്നും അംഗീകരിക്കില്ല. ഞാനിത് പല അനുഭവങ്ങളിലൂടെയും പലരുടെ അനുഭവങ്ങളിലൂടെയും നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ട് 100% ഗ്യാരണ്ടിയോടുകൂടിയിട്ടാണ് പറയണത്. നമ്മൾ ബദ്രീനാഥിൽ പോവും, എല്ലാ വർഷവും പോവും. അപ്പൊ ഈ ബദ്രിയിൽ പോകുന്ന സമയത്ത് ഏറെക്കുറെ ബദ്രീനാഥിലേക്ക് എത്താൻ നേരത്ത് ഒരു 2500 അടി ഉയരത്തിലേക്ക് ബസ് എത്തിക്കഴിഞ്ഞാൽ, ഇവിടെ തിരുമേനി പറഞ്ഞ പോലെ ബസ്സിന്റെ യാത്ര, മുന്നോട്ട് നോക്കിയാൽ ഒരു അന്തവുമില്ല, താഴോട്ട് നോക്കിയാൽ ഒരു കുന്തവുമില്ല, പോയാൽ എല്ലാം പോയി. ആ അവസ്ഥയിലാണ് ബസ് പോണത്. താഴെ ഇതുപോലൊന്നും വശങ്ങളിലൊന്നും കെട്ടിയിട്ടുണ്ടാവില്ല. ആ സമയത്ത് ആ മുകളിൽ കൂടെ പോകുമ്പോൾ ബസ്സൊക്കെ ഇങ്ങനെ ചെരിയുമ്പോഴൊക്കെ ഇവരോട് ചെന്ന് ചോദിക്കുകയാണ്, എന്ത് പറയണോ മോന്റെ വിശേഷം, എന്ത് പറയണോ, പിന്നെ ഹസ്ബൻഡ് എന്ത് പറയണോ, വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്. സ്വാമി ഇപ്പൊന്നും ചോദിക്കണ്ട, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയാണെന്ന്. അപ്പൊ എന്താ പ്രാർത്ഥന? 2 പ്രാർത്ഥനയേ ഉള്ളൂ, വേറെ ഒന്നും പ്രാർത്ഥിക്കുകയില്ല. ഗുരുവായൂരപ്പ ഡ്രൈവർക്ക് കാല് തെറ്റല്ലേ എന്ന്. കാരണം കാല് തെറ്റിയ വണ്ടി താഴെ 2000 അടി താഴെയാണ്, എല്ലുപോലും പെറുക്കാൻ കിട്ടില്ല. പിന്നെ രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയാലും എനിക്ക് മാത്രം ഒന്നും പറ്റില്ലേ ഗുരുവായൂരപ്പ എന്ന്, ഞാൻ ജീവിച്ചിരിക്കണമെന്ന. ഇത് നമ്മുടെയൊക്കെ പ്രശ്നം തന്നെയാണ്. പറയാം, ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയാലും ഞാൻ മരിച്ചു പോകരുത് എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു എന്നാണ്. മരണം നമ്മളെ സംബന്ധിച്ച് ഉത്തരം കിട്ടാത്ത ഒരു ഭയമായി എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ശരിയല്ലേ ഇത്? നമുക്കതിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ ഭയം ഇരിക്കുന്നത് കൊണ്ട് മറ്റ് 2 ഭയങ്ങൾ നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. അതായത് 2 ഭയങ്ങൾ, ഒന്ന് ഒറ്റപ്പെടുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. തന്നെ സ്നേഹിക്കുന്നവരെപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. കാരണം ഒറ്റയ്ക്കിരിക്കാൻ സാധ്യമല്ല. മരണം നമ്മളെ ഓർമ്മിപ്പിക്കും, ദേ ഒറ്റയ്ക്കിരിക്കരുതെന്ന്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർ നമ്മുടെ കൂടെ ഇരിക്കാൻ സ്നേഹം അഭിനയിക്കേണ്ടി വരുന്നു, ബന്ധങ്ങളൊക്കെ നിലനിർത്തേണ്ടി വരുന്നു, ഇതൊക്കെ ആ രീതിയിൽ കൊണ്ടു നടക്കേണ്ടി വരുന്നു നമുക്ക്. ശരിയല്ലേ? ഇതൊന്നും നിങ്ങൾ എളുപ്പം അംഗീകരിക്കില്ല. അല്ല സ്വാമി, ഞാൻ ശരിക്കും സ്നേഹിക്കേണ്ട ആൾക്കാരൊക്കെയാണ്. നമ്മൾ ശരിക്കും സ്നേഹിച്ചാൽ പിന്നെ ആരും നിൽക്കില്ല നമ്മുടെ കൂടെ. അപ്പൊ നമുക്ക് സ്നേഹം അഭിനയിക്കേണ്ടിയിരിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ സ്വാർത്ഥത കുറെ മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ദൃഢമായി ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഒറ്റപ്പെടുന്നത് ആർക്കും ഇഷ്ടമല്ല. ഒരു പൊസഷൻ എനിക്ക് എപ്പോഴും വേണം. നിങ്ങൾ നോക്കൂ, കുട്ടികള്, ഒരമ്മയ്ക്ക് ആദ്യം ഒരു കുട്ടിയുണ്ടായി, 2ാമത്തെ കുട്ടി വരുമ്പോഴേക്കും ആദ്യത്തവന് ആ അമ്മയോടുള്ള ആ ഒരു സ്നേഹമുണ്ടല്ലോ, അവൻ ആ 2ാമത്തെ മകനോട് അമ്മ കൂടുതൽ സ്നേഹം കാണിക്കുന്ന ഇഷ്ടമല്ല, ആ കുട്ടിയെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ഇഷ്ടമല്ല. തന്റെ അമ്മ തനിക്ക് നഷ്ടപ്പെടൂ എന്നുള്ളൊരു പേടി, അമ്മ തന്നെ അകറ്റൂ എന്നുള്ളൊരു പേടി കുട്ടികൾക്കുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു പേടി, എനിക്ക് നഷ്ടപ്പെടൂ എന്നുള്ളത്. ഈ ഭയത്തിലാണ് 3ാമത്തെ ഒരു ഭയം ഇരിക്കുന്നത്. അതെന്താണത്? പ്രായം കൂടുന്തോറും ശരീരത്തിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടും. കാരണം ശരീരം തളരാൻ തുടങ്ങും, അവശമാവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പൊതുവെ വയസ്സായിട്ടുള്ള ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരു 80 വയസ്സായാലും ആളുകൾ തുടങ്ങും പ്രാർത്ഥിക്കാൻ, ഗുരുവായൂരപ്പ കിടത്താണ്ട് കൊണ്ടുപോണേ, എവിടെയും കിടത്തിപ്പോവരുത്, ഒറ്റയടിക്ക് ഇവിടുന്ന് കൊണ്ടുപോകണം. കൊണ്ടുപോവുകയാണെങ്കിൽ, കൊണ്ടുപോയില്ലേ നല്ലതാണ്, എന്നാലും കിടത്തിപ്പോവരുതെന്ന. കാരണം കിടന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി പോട്ടെ പട്ടി പോലും നോക്കില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സ് വിളിച്ച് പറയുന്നുണ്ട്. കിടന്നാ കിടന്നു തന്നെ.
പിന്നെ ഹോസ്പിറ്റലിൽ പോയി കിടക്കണം. അവരാണെച്ചാൽ ICUവിൽ കൊണ്ടുപോയിടും. ICU എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയുന്ന ICU നീ അവിടെ കിടക്കണത് ഞാൻ കാണട്ടെ എന്നാണ്. എത്ര ദിവസം നീ അവിടെ കിടക്കുന്നു? പിന്നെയൊക്കെ അവിടെ കിടക്കുന്നതിന്റെ മേലോട്ട് നോക്കിയിട്ട് ജീവിതത്തിൽ എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല. ഏതായാലും ഈ ഭയങ്ങളൊക്കെ നമ്മളെ കൂടെ നമ്മൾ അറിയാതെ പിന്തുടരുന്നുണ്ട്. ഒരു നിഴല് പോലെ പിന്നിലുണ്ടെന്ന് തിരിച്ചറിയൂ. ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് വസുദേവർ പറയുന്നത്. ഇത് കേട്ടപ്പോ പറയാണ് നാരദ മഹർഷി, അങ്ങയുടെ ചോദ്യം വളരെ രസകരമാണ്, ഗംഭീരമാണ്. ആരും ഇത്ര കുലങ്കുഷമായി ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇതൊന്നും ചിന്തിക്കില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. എന്തിനപ്പോ വേണ്ടാത്തതൊക്കെ ചിന്തിക്കണോ? ഇത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് വീട്ടിലെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വല്ലാതെ ആർക്കും ഇഷ്ടമല്ല. പറയും വേണ്ടാത്തതൊന്നും സംസാരിക്കേണ്ടെന്ന്. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ട് ഒരു ദിവസം നമ്മുടെ വീട്ടിലും വരുന്നുള്ളത്. മരണത്തെക്കുറിച്ച് പറഞ്ഞു നോക്കും നിങ്ങൾ. അടുത്ത വീട്ടിലൊരു മരണം നടന്നു, അയ്യോ ആ തലേന്നും കണ്ടുകൂടാ, കണ്ണൊക്കെ ഇങ്ങനെ മൂക്കൊക്കെ വല്ലാത്ത നിർത്തടാ, വേണ്ടാത്തതൊക്കെ പറയാം, നിനക്ക് വേറെ എന്തെങ്കിലും പറയാല്ലേ എനിക്ക്. കാരണം ഒരു ദിവസം നമ്മളും ആ വഴിക്കൊക്കെ പോകേണ്ടതാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. മരണഭയം നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ നമ്മളെ പ്രേരിപ്പിക്കും. ഇത് കേൾക്കരുത്, സമയം വരൂട്ടോ. ഏതായാലും ഈ ചോദ്യം ഗംഭീരമായിട്ടുണ്ട്. അതിന് ഉത്തരം ഞാൻ പറയാം. ഈ ചോദ്യം പണ്ട് അങ്ങ് ചോദിച്ച ഇതേ ചോദ്യം പണ്ട് ഈ ഭാരതഭൂമി ഭരിച്ച വിദേഹ രാജ്യത്തിലെ ചക്രവർത്തിയായ നിമി എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്ന നവയോഗികളോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ആരാ ഈ നവയോഗികൾ? നിങ്ങൾ 5ാമത്തെ സ്കന്ധത്തിൽ കാണും. അവിടെ പ്രിയവ്രത വംശം പറയും. ആ പ്രിയവ്രതന്റെ പുത്രനായിട്ട് അഗ്നീന്ദ്രൻ, അഗ്നീന്ദ്രന്റെ പുത്രനായിട്ട് നാഭി, നാഭിയുടെ പുത്രനായ ഋഷഭൻ, ഋഷഭന്റെ ആദ്യത്തെ പുത്രൻ ഭരതൻ, പിന്നീടുള്ള 9 പേര്. അവരുടെ പേര് തന്നെ പറയും: കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായൻ, ആവിർഹോത്രൻ, ദ്രുമിലൻ, ചമസൻ, കരവാചൻ. ഇവരൊക്കെ ചെറുപ്പത്തിലെ പരമജ്ഞാനികളും ഭാഗവതോത്തമന്മാരുമായി തീർന്നു എന്ന് അവിടെ പറഞ്ഞിട്ട് പറയും. കൂടുതൽ വിസ്തരിച്ച ഏകാദശത്തിൽ പറഞ്ഞു തരാമെന്ന്. ഇനി ഇവിടം മുതൽ ആ സംവാദം തുടങ്ങുകയാണ്. നിമി ചക്രവർത്തി ഈ ചോദ്യം മഹാത്മാക്കളായ മഹാജ്ഞാനികളായ ഭാഗവതോത്തമന്മാരായ നവയോഗികളോട് ചോദിക്കേണ്ടായി. അതുകൊണ്ട് ആ സംവാദം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവിടേക്ക് നാരദ മഹർഷി കിടക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ, എങ്ങനെയാണ് ഭയത്തിൽ നിന്നും മുക്തമാവുക? നമ്മുടെ ജീവിതത്തിൽ ഒരു നിഴല് പോലെ നമ്മുടെ കൂടെ വരുന്ന മരണഭയവും, ആരും സ്നേഹിക്കില്ലേ, ഒറ്റപ്പെടുമോ എന്ന ഭയവും, ശരീരം പ്രായം കൂടുന്തോറും തളർന്നു പോയാൽ എങ്ങനെ ഞാൻ ജീവിതത്തെ അഭിമുഖീകരിക്കും എന്നൊക്കെ ഉള്ള ഭയം എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും? ഇതിനെന്താണ് പോംവഴി എന്ന് ചോദിച്ചപ്പോ അതിനുത്തരം പറയാണ് കവി എന്ന് പറയുന്ന മഹാത്മാവ്. കവി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ സാധിക്കുന്നവനാരോ അവൻ കവി എന്നാണ്. കവിത എഴുതുന്നവരെയല്ല നമ്മുടെ ഭാരതീയർ കവി എന്ന് വിളിച്ചത്. കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പരിഹാരം കണ്ടെത്തിയവരെയാണ് കവി എന്ന് പറയും. അതുകൊണ്ട് പറയും ആദികവി വാൽമീകിയാണ്, അതിനുശേഷമുള്ള കവി വ്യാസരാണെന്ന് പറയും. അവരൊക്കെ എഴുതി വച്ചതിൻ്റെ അടുത്തൊന്നും ഇന്ന് ആരും എഴുതി വച്ചത് എത്തിയിട്ടില്ല. എത്രയോ ഷേക്സ്പിയർമാർ വന്നിട്ടുണ്ടാവാം, എത്രയോ വേർഡ്സ് വർത്തുകൾ വന്നിട്ടുണ്ടാവാം, എത്രയോ ചിന്തകന്മാർ ലോകത്തിൽ വന്നിട്ടുണ്ടാവാം. ഭാരതത്തിലെ ഋഷീശ്വരന്മാർ എഴുതിവെച്ച ഒരു സാഹിത്യത്തിന്റെ മുന്നിലും അതിനൊന്നും അതിവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ് ഭാരതീയ സാഹിത്യങ്ങളായിട്ടുള്ള ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയൊക്കെ. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ബൈബിളായിരിക്കാം. പക്ഷെ ചർച്ച ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെയാണ്. കാരണം ഇതിൽ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് പറയാണ്. കേവലം അന്ധമായൊരു വിശ്വാസത്തിലൂന്നിയതല്ല നമ്മുടെ കൃതികളൊക്കെ. അതെല്ലാം കുലങ്കുഷമായി ചർച്ച ചെയ്ത് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മളെ വഴി കാണിക്കുന്ന മാർഗദർശികളാണെന്ന് പറയാം, ടോർച്ച് ലൈറ്റുകളാണ്. എന്താ വേണ്ടത്? അതിലേക്ക് നോക്കാൻ അറിയണം. നോക്കാൻ അറിയാത്തവന് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഒരു നാട്ടിൽ, ഒരു രാജ്യത്ത്. ആ ഗ്രാമത്തിലുള്ളവരൊന്നും കണ്ണാടിയെ കണ്ടിട്ടില്ല ജീവിതത്തിൽ. കണ്ണാടി കണ്ടിട്ടില്ല എങ്കിൽ നല്ലൊരു ശതമാനം ജീവിതത്തിൽ സമയം ലാഭിക്കാം. കാരണം ഈ സാധനം നമ്മുടെ സമയം കണ്ടമാനെടുത്ത് കളയുന്നൊരു സാധനമാണ് ഈ കണ്ണാടി. ഇന്നാണെങ്കിൽ ബാത്റൂമിൽ കണ്ണാടി, ടോയ്ലറ്റിൽ കണ്ണാടി, കൈ കഴുകുന്നിടത്ത് കണ്ണാടി, ഈ ഊണ് കഴിക്കുന്നിടത്ത് കണ്ണാടി എന്താണ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ
ഊണ് കഴിച്ച് കൈ കഴുകുന്നിടത്ത് നിങ്ങൾ വാഷ് ബേസിന്റെ അടുത്ത് കണ്ണാടി കൊണ്ടുവച്ചാൽ ആൾക്കാർ അങ്ങോട്ട് നോക്കിയിട്ടാ കൈ കഴുകുക. വെള്ളം കുറേ വേസ്റ്റാക്കും. അയാളുടെ മുഖത്തിന്റെ സൗന്ദര്യമൊക്കെ നോക്കുമ്പോഴേക്കും ഇവിടെ വെള്ളം പോകേണ്ടത്. അവിടെ വീട്ടിലൊരിക്കലും വാഷ് ബേസിന്റെ അടുത്ത് കണ്ണാടി കൊണ്ടുവയ്ക്കരുത്, വേറെ എവിടെയൊക്കെ കൊണ്ടുവച്ചാലും. അങ്ങനെ കണ്ണാടിയിൽ നോക്കും നമ്മളൊക്കെ. അവിടെ കണ്ണാടിയില്ല ആ ഗ്രാമത്തില്. അതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ളവർക്ക് പരസ്പരം കണ്ടാലേ മുഖം അറിയില്ല. അവർക്ക് അറിയില്ല അവരുടെ മുഖം എങ്ങനെയാന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കർഷകൻ പാടത്ത് ഒഴുതുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു സാധനം കിട്ടിയ ചെറിയൊരു കഷ്ണം. നോക്കുമ്പോൾ നല്ല സുന്ദരമായൊരു മുഖം, കുറച്ച് താടിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു മുഖം അയാൾ കണ്ണാടിയിൽ കാണുകയാണ്. അദ്ദേഹത്തിന് തോന്നി ഒരുപക്ഷെ എന്റെ പിതാവിന്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്, ചിത്രമെങ്ങാനും ഈ പാടത്ത് വീണതായിരിക്കാന്ന്. അദ്ദേഹം പൊടിയൊക്കെ തട്ടി അത് വീട്ടിൽ പെട്ടിയിൽ ഭദ്രമായിട്ട് കൊണ്ടുവച്ചു. അങ്ങനെ ദിവസവും വയലിലേക്ക് പോകുന്നതിന് മുമ്പ് എടുത്തു നോക്കും, വന്നു കഴിഞ്ഞാൽ ഒന്നെടുത്തു നോക്കും, കിടക്കുന്നതിന് മുമ്പ് എടുത്തു നോക്കും. ഇതൊന്നും ഭാര്യ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഭാര്യ നോക്കുമ്പോണ്ട് ഇദ്ദേഹം പെട്ടി തുറക്കണു, ഒരു സാധനം എടുത്തു നോക്കണു, എന്നിട്ട് അത് അവിടെ വയ്ക്കുന്നു, എന്നിട്ട് അദ്ദേഹം പോകുന്നു. ഭാര്യയ്ക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി, എന്നോട് പറയാതെ ഇയാൾ എന്തോ രഹസ്യം സൂക്ഷിക്കേണ്ടതെന്ന്. നോക്കാലോ. ഇദ്ദേഹം വയലിൽ പോയ സമയം നോക്കി ഭാര്യ ഇയാളെ പെട്ടി തുറന്നു. നോക്കുമ്പോൾ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിന്റെ ചിത്രം. അങ്ങനെ നിൽക്കട്ടെ, ഞാനല്ലാത്തൊരു കേസ് എവിടെയോ ഇദ്ദേഹത്തിനുണ്ടെന്ന്. ഉടനെ തന്നെ കോപം വന്നു. വേഗം പോയി പാടത്തേക്ക് നാണമില്ലാത്ത മനുഷ്യൻ ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോയും വെച്ച് ചിത്രവും വെച്ച് നടക്കുകയാണ്. ഇങ്ങനെയാണ് മനുഷ്യരായാൽ ഒരു ഭാര്യയെ കല്യാണം കഴിച്ചാൽ പിന്നെ അവളെയല്ലേ സ്നേഹിക്കേണ്ടത്, വേറൊരുത്തേ കൊണ്ടു നടക്കേ, നാണമില്ലാത്തവെന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞു. എന്താ നീ പറയണതെന്ന് ചോദിച്ചു. പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചിട്ടില്ലേ, നീ കൂടുതൽ പറയിപ്പിക്കണം എന്നെ കൊണ്ടുവന്ന്. അയ്യോ അതെന്റെ അച്ഛൻ, നീ ഒന്ന് തരും ഞാൻ, അച്ഛന്റെ ഫോട്ടോ ആണത്രേ. ഒരു പെണ്ണിന്റെ ഫോട്ടോയും കൊണ്ടുവച്ചിട്ട് അച്ഛന്റെയാണെന്ന്. അദ്ദേഹത്തിന് അവന് ദേഷ്യം വന്നു. നിനക്കങ്ങനെ തോന്നിയത് പെണ്ണിന്റെ ഫോട്ടോ ആണെന്ന്? അതെന്റെ അച്ഛന്റെ ഫോട്ടോ, എനിക്ക് നല്ല ഉറപ്പുണ്ട്, കാണിച്ചു തരാന്നുകൊണ്ട് അദ്ദേഹം പണിയൊക്കെ നിർത്തിവെച്ചു. വീട്ടിലെത്തി ആ സാധനം എടുത്ത് നോക്കുമ്പോൾ അച്ഛന്റെ ഫോട്ടോ ആണ് അതിൽ കാണുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്റെ അച്ഛന്റെയാണെന്ന്. ഒന്ന് തന്നാലല്ലോ, ഇങ്ങോട്ട് തരുമെന്ന്. അവര് നോക്കുമ്പോൾ ദേ നോക്കൂ, ഇതിൽ പെണ്ണിന്റെ ഫോട്ടോ ആണെന്ന്. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളായപ്പോ ആ സമയത്താണ് അവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ പൂജയും കഴിഞ്ഞ് പൂജാരി ആ വഴിക്ക് പോവുകയാണ്. അദ്ദേഹം ബഹളം കെട്ടി വീട്ടിൽ വന്നപ്പോൾ, എന്താ രാമാ നീ ശബ്ദം ഇവിടുന്ന് ബഹളം ഉണ്ടാക്കണതെന്ന് പറഞ്ഞു. എന്റെ അച്ഛന്റെ ഫോട്ടോ കണ്ടിട്ട് അവള് പറയുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ ആണ്, ഞാൻ ഏതൊരു പെണ്ണിനെ സ്നേഹിക്കേണ്ടത്, നോക്കൂ അവളുടെ ഒരു മനസ്സ്, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും. കൊണ്ടരാമ എന്താ ഞാനെന്ന് നോക്കട്ടെ. അദ്ദേഹം നോക്കിയപ്പം നല്ല ജടയും രുദ്രാക്ഷമാലയും ഭസ്മൊക്കെ ധരിച്ചിട്ടുള്ള ഒരാൾ. ഹരേ, ഇത് ഞങ്ങളുടെ മുത്തശ്ശന്റെ ചിത്രമല്ലേ എന്ന് അദ്ദേഹത്തിന്റെ വക. ഇത് മുത്തശ്ശൻ ഇങ്ങനെ നടക്കാറ്, ഞാൻ കേട്ടിട്ടുണ്ട് മുത്തശ്ശൻ രുദ്രാക്ഷമാല ഇങ്ങനെയൊക്കെ ധരിച്ചിട്ട് ഏറെക്കുറെ എന്നെ പോലെ ഇരിക്കുന്ന. പക്ഷെ ഞാൻ എന്നെ അറിയില്ലല്ലോ അദ്ദേഹത്തിന്. ഇത് ഞങ്ങളുടെ മുത്തശ്ശൻ, ഇതെങ്ങനെ നിന്റെ അച്ഛനും മറ്റേ പെണ്ണൊക്കെയാവുക, ഇത് മുത്തശ്ശനാണ്. പിന്നെ അദ്ദേഹത്തിനും കൂടെ വകയത്. എല്ലാവരും ബഹളം വെക്കുമ്പോഴാണ് അവിടേക്ക് ഒരാളിങ്ങനെ ഈ ശബ്ദം കേട്ടിട്ട് കയറി വരുന്നത്. ചോദിച്ചു, നിങ്ങൾ എന്തിനാ ബഹളം വെക്കുന്നത്? പറഞ്ഞു, ഇതെന്റെ അച്ഛന്റെ ഫോട്ടോ ആണ്, ഇയാളെ പറയുന്നത് ഇയാളുടെ മുത്തശ്ശനാണ്. ഇപ്പൊ ഇവള് പറയാണ്, ഇവരെന്നെ കളിപ്പിക്കുക, ഏതോ ഒരു പെണ്ണിന്റെ ചിത്രവും വെച്ചിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി നോക്കുക, ഇയാൾ എന്തോ തിരുമേനിക്ക് അഡീഷണൽ കാശ് കൊടുത്തിട്ട് തോന്നുന്നു എന്നെ പറ്റിക്കാന്ന്. അദ്ദേഹം പറഞ്ഞു, നോക്കട്ടെ ആ സാധനം എന്ന്. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, വഴിയാത്രക്കാരനായിട്ടുള്ള കച്ചവടക്കാരനാണ്, സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അദ്ദേഹം തിരിച്ചറിയാണ് ഇതൊരു കണ്ണാടിയാണ്. കാരണം അദ്ദേഹം മറ്റു നാടുകളിലൊക്കെ പോയിട്ട് ഇത് കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഈ നാട്ടിലില്ലാത്തൊരു സാധനമാണ് ഇത്, ഇതൊരു കണ്ണാടിയാണ്. ഈ കണ്ണാടിയിൽ ആര് നോക്കുന്നുവോ അവരുടെ ചിത്രം അതിൽ വരും എന്നുള്ളതാണ്. ഇവർക്ക് തോന്നി ഇയാൾക്ക് എന്തോ വട്ടുണ്ട് എന്ന്. ആ നാട്ടിലില്ലാത്തൊരു സാധനമാണത്. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 3 പേരൊന്ന് ഒരുമിച്ച് നിൽക്കൂന്ന്. 3 പേര് നിന്ന് ഇദ്ദേഹം വിട്ട് ആ കണ്ണാടി പിടിച്ചപ്പോ 3 പേരുടെയും ചിത്രം അതിലേക്ക് വരികയാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കൂ രാമാന്ന്. രാമൻ നോക്കി, ഇനി കണ്ണാടിയിലേക്ക് നോക്കൂ, അതുപോലല്ലേ? ആ അതുപോലെ ഉണ്ട് എന്ന്. ഭാര്യയോട് ചോദിച്ചു, നിന്റെ ഭർത്താവിന്റെ മുഖം കാണുന്നില്ലേ നീ, ഇനി ഇതിലേക്ക് നോക്കൂ, അതുപോലല്ലേ? ഉണ്ട് എന്ന്. അങ്ങനെ അവർക്ക് ബോധ്യം വന്നു, അത് അവനവന്റെ മുഖം പ്രകടമാക്കുന്ന ഒരു മീഡിയമാണ്, കണ്ണാടിയാണെന്ന്. ഇതുപോലെ ഭാഗവതവും നമ്മുടെ ഉള്ളു നമുക്ക് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണെന്ന് പറയണം. അത് നോക്കാനറിയണം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ബഹളം വയ്ക്കും. ഇതൊരു പെണ്ണിന്റെ ആണെന്നോ ഇതൊരു മുത്തശ്ശന്റെ ആണെന്നൊക്കെ നമ്മൾ ബഹളം വയ്ക്കും. അത് നമ്മളെ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ്. അതൊരു സൂക്ഷ്മമായിട്ടുള്ള തത്വമാണെന്ന് അതിന്റെ തലത്തിലൂടെ ഇറങ്ങിച്ചെല്ലുമ്പോൾ മനസ്സിലാവും.
ഏതായാലും ഭയമെന്ന പ്രതിഭാസത്തിന് എന്താണ് പരിഹാരമെന്ന് ചോദിച്ചപ്പോ മനോഹരമായൊരു ശ്ലോകത്തിലൂടെ ഉത്തരം പറയുന്നു കവി. വളരെ രസകരമായൊരു ശ്ലോകമാണ്. ഭാഗവതത്തിന്റെ സർവ്വ ഉള്ളടക്കവും വേണമെങ്കിൽ ഈ ശ്ലോകത്തിൽ വയ്ക്കാം. മന്യേ കുതശ്ചിൽ ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്നബുദ്ധേരസദാത്മഭാവാൽ വിശ്വാത്മനായത്ര നിവർത്തതേഭി. മന്യേ അകുതശ്ചിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനം അത്ര നിത്യം. നിത്യം അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ നിത്യം എപ്പോഴും ആരാണോ അച്യുതസ്യ പാദാംബുജോപാസനം ചെയ്യുന്നത്, മന്യേ അകുതശ്ചിൽ ഭയം, അവർക്കെവിടെയാണ് ഭയം എന്നാണ്.